ഗൈസ്, അങ്ങനെ ഞാനിപ്പം പടം കണ്ടു കഴിഞ്ഞു. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവദൂതൻ കണ്ടു കഴിഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് എന്താ പറയുക, ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ഒന്ന് ഫുള്ളൊന്നും കണ്ടിട്ടില്ല. അവിടെ എവിടെയും ചില കോമഡി സീൻസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ, പിന്നെ എല്ലാ സോങ്. അപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം നമുക്കൊന്നത് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് പോയി കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിക്കറ്റിന് 50 തരമാണ് റേറ്റ്. അതിൽ കുറഞ്ഞ റേറ്റ് ഇല്ല, ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലായിടത്തും 47, 50 അതാണ് റേഞ്ച്. പക്ഷേ ഞാൻ പോയി ടിക്കറ്റ് എടുത്ത് വൈകിട്ട് 6 മണിക്കുള്ള ഷോ കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമാണ്. അപ്പുറത്ത് ഡെഡ്പൂൾ ആൻഡ് വോൾവറീൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്നിട്ട് ഞാൻ ഈ പടത്തിന് പോയി. ഞാൻ കരുതി ഒന്നാമത് കേരളമല്ല, ഇത് UAE ആണ്, അബുദാബിയാണ്. മലയാളികൾ അങ്ങനെ വലുതായിട്ടൊന്നും കാണാൻ വരത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കോമ്പറ്റീറ്റർ പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഡെഡ്പൂൾ ആൻഡ് വോൾവറീന് പിന്നെ വേറെ ഏതൊക്കെ മലയാളം പടം അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എല്ലാവരും കണ്ടൊരു പടത്തിനൊന്നും അത് ആൾക്കാർ കയറുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കരുതി ഒരു 10 പേരെ കാണത്തുള്ളൂ. പക്ഷെ ആൾറെഡി ഞാൻ സൈറ്റിൽ നോക്കിയപ്പോൾ ഒരു 28-30 സംതിങ് ബുക്ക്ഡ് ആയിരുന്നു ടിക്കറ്റ്. അങ്ങനെ ഞാൻ കയറി കണ്ട്. അത്യാവശ്യം ഒരു 30-40 ആൾക്കാരുണ്ടായിരുന്നു. എന്നുവെച്ചാൽ മോഹൻലാലിനെ കാണിക്കുമ്പോൾ പോലും ആൾക്കാരുടെ മുഖത്ത് ഒരു ചിരിയൊക്കെ ഉണ്ട്, പക്ഷേ കയ്യടിയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും സൈലൻ്റ് ആയിട്ട് നല്ല രീതിക്ക് പടം കണ്ടു. ഒന്നത് 2ാമത്തെ ദിവസമാണ്, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നാട് പോലെ അല്ലല്ലോ, ഇവിടെ കൂവി വിളിയൊന്നുമില്ല. പക്ഷേ ഈ പടത്തിൽ ആ ട്രെയിലറിൽ കാണിക്കുന്ന മ്യൂസിക് ഉണ്ടല്ലോ, ശരിക്കും ഞാൻ അത് ഒരു സറൗണ്ടിങ്ങിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം തിയേറ്ററിൽ. അതിന് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. അതിന് വേണ്ടിയാണ് ഞാൻ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോയത്. പക്ഷേ അതിൽ എന്താ പറയുക, മ്യൂസിക്, ഈ പടത്തിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അതെനിക്ക് മനസ്സിലായി, തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നമ്മളിനി എത്ര പവർഫുൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് കഴിഞ്ഞാലും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഈ പടം കണ്ട് ഞാൻ പേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട്, അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇംഗ്ലീഷിൽ എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല, പെട്ടെന്നൊരു പേടിപ്പെടുത്തുന്ന സംഭവം ഉണ്ടാകത്തില്ലേ, ഇങ്ങനെ ഒന്ന് തിരിയെന്നായിട്ട് കാണിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വരുന്ന അപ്പോൾ ഇടുന്ന ഒരു സൗണ്ടുണ്ട്. ഈ പണ്ടാറടം ഇത് കേട്ട് എനിക്ക് എന്തോ പോലെ ആയിപ്പോയി. കാരണം ഒന്നാമത് സറൗണ്ടിങ്ങും, പിന്നെ ഇത്ര ഹൈ ക്വാളിറ്റി വോളിയത്തിലല്ല ഇട്ടേക്കുന്നത്. ഇവർ വോളിയത്തിൻ്റെയൊക്കെ ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റിയൊക്കെ മാക്സിമം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തുടക്കം തൊട്ട് തന്നെ വീഡിയോസ് എല്ലാം 4K കാണിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് ഇങ്ങനെ കണ്ട് പോയിട്ട് എനിക്കിങ്ങനെ വലിയ വ്യത്യാസമായിട്ടും തോന്നിയില്ല, വലിയ 4K ആയിട്ടും തോന്നിയില്ല. പക്ഷേ ലാസ്റ്റ് ഈ പടം തീരുന്ന സമയത്ത് ക്രെഡിറ്റ് സീനായിട്ട് കാണിക്കാൻ നേരത്ത് എഴുതി കാണിച്ചു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഓൾഡ് വെർഷൻ, മറ്റേ എന്തൊരു മഹാനുഭാവുല് ആ പാട്ടിൻ്റെ ഒറിജിനൽ 4K അല്ല, നോർമലായിട്ടുള്ള വിഷ്വൽ ഇട്ടിട്ടാണ് അടിയിൽ ഇങ്ങനെ ക്രെഡിറ്റ്സ് എഴുതി കാണിച്ചു പോകുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഇതിനെ ക്വാളിറ്റിയിലോട്ടാക്കിയതും പിന്നെ നോർമൽ തമ്മിലുള്ള വ്യത്യാസം. നോർമൽ തിയേറ്ററിലിടുമ്പം പണ്ടത്തെ ക്യാമറയിൽ എടുത്തല്ലേ, വെറും ലോ ക്വാളിറ്റിയാണ്. പക്ഷേ മാക്സിമം അവർ ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില സ്ഥലത്തൊക്കെ ചില ഫ്രെയിമൊന്നും അത്ര ക്ലിയർ ആവത്തില്ല. പ്രത്യേകിച്ചും ക്യാമറ പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴുള്ള ഷോട്ടുകൾ, അതെന്തോ ഇന്നെന്തോ പറയുന്ന മോഷൻ ബ്ലർ എന്തോ പോലെയൊക്കെ പറ്റുന്നു. പക്ഷേ അവർക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ മാക്സിമം, അതും 10-20 വർഷം മുമ്പുള്ള പടം ഇപ്പോൾ എടുത്ത് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിലോ പിന്നെ ചില സംഭവങ്ങൾ, സോങ്സൊക്കെ ഇവർ റിമാസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് പടത്തിൽ മോഹൻലാൽ ആ നടിയും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജനലിൽ കൂടി ഇങ്ങനെ 2 പ്രാവുകൾ പറന്നു പോകുന്നതായിട്ട് ഇങ്ങനെ കാണിക്കും. അതൊരു ചെറിയ VFX ചെയ്ത് ഇപ്പോഴത്തെ മോഡലൊരു 3D പ്രാവ് ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് ചെയ്തിട്ടുണ്ട്, സംഭവം ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തത്. എനിക്കത് എപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് നമ്മൾ TV കണ്ട സമയത്ത് അത് കറക്റ്റ് കണ്ടറിയും. വേറെ എന്തോ ഒരു ജിഫ് അനിമേഷൻ പോലെ ഫ്രെയിം റേറ്റൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പം അതിലൊക്കെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറ്റം പറയല്ല, നമ്മുടെ ജഗദീഷ് സാറിൻ്റെ പല
ജഗത് സാറില്ല ഈ പടത്തിൽ. ഇപ്പം റീമാസ് ഇപ്പം ഈ കട്ട് ചെയ്ത വെർഷനിൽ ജഗത് സാറില്ല. അവിടെ കോമഡി സീനുകളൊക്കെ അത് ഈ പടത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നന്നായി, കാരണം ആ കോമഡി ഒന്നും ആ ടൈമിലും വർക്കൗട്ട് ആയില്ല. ഇപ്പോൾ ഇറക്കിയിരുന്നെങ്കിലും വർക്കൗട്ട് ആകത്തില്ല, ആൾക്കാർക്ക് വെറുപ്പ് തോന്നിയേനെ. എന്തായാലും നന്നായി. പിന്നെന്താ, അനാവശ്യമായിട്ട് കുറച്ച് ഫൈറ്റ് ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും ഇതിലില്ല, അതും കട്ട് ചെയ്ത് വളരെ നന്നായി. പിന്നെ അയാൾ സംഗീതത്തിൻ്റെ രാജാവാണെന്ന് പറയാൻ നേരത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, മോനെ. ഈ വിദ്യാസാഗർ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് അത് കമ്പോസ് ചെയ്തത്? ശരിക്കും അയാൾ തന്നെയാണ് സംഗീതത്തിൻ്റെ രാജാവ് എന്ന് പറയുന്നത്, സത്യമാണ്. കാരണം അങ്ങനത്തെ ഒരു, നമുക്ക് വിസ്മയം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു മ്യൂസിക് നമ്മൾ കേട്ടിട്ടില്ല, മുമ്പ് കേട്ട് കാണാൻ വഴിയില്ല. അമ്മാതിരി സാധനം. മറ്റേ നമ്മൾ പറയില്ല എന്താ, ഒരു ഹെവൻലി ഫീൽ എന്നൊക്കെ, അതേപോലെ ഒരു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാലും ഏറ്റവും ബെസ്റ്റ് സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അസ്ഥികൂടത്തിൻ്റെ ആ സംഭവം, ആ ക്ലാസ്സിന് അതിൽ അസ്ഥികൂടം ഇങ്ങനെ വിരൽ മടക്കുന്ന 2-3 സീനൊക്കെ ഉണ്ട്. അതൊക്കെ ആ ടൈമിൽ എങ്ങനെയാണ് അവർ ചെയ്തത്? അത് CGI VFX ഒന്നും അല്ല, റിയലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു തന്നെയാണ്. പക്ഷേ ആ ഒരു മെക്കാനിസം വെച്ചിട്ട് ഇങ്ങനെ വിരൽ മടക്കുന്ന രീതിയിൽ അവർ കൊണ്ടുവന്നു. അത് പെർഫെക്റ്റ് സാധനം. ഇപ്പോൾ ഉള്ള സിനിമകളിൽ പോലും ഇങ്ങനത്തെ ഒരു വിഷ്വൽസ് ഒന്നും കണ്ടില്ല. നമുക്കതൊരു പേടി ഉണ്ടാക്കും. ഇതിൻ്റെ പ്രത്യേകിച്ച് ഈ സിനിമകളിൽ പല പല മ്യൂസിക്കുകളുണ്ട്. ഇത് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും എനിക്കെന്തോ പോലെ ഇങ്ങനെ പേടിയാവും. എനിക്കറിയത്തില്ല, അത് എനിക്ക് നന്നായിട്ട് പേടിയായി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യം പറയാം. കട്ടായോടെ ഇല്ല, മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എല്ലാവരെയും പോലെ തന്നെ എന്തൊരു ആ പാട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ അതിൽ ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ഒരു ഓർക്കസ്ട്ര പോലത്തെ വലിയൊരു മ്യൂസിക്, അത് ആ സാധനം എനിക്ക് കേൾക്കണം. അതാണ് മെയിൻ. അത് ആ ഒരു ഇത് കൊണ്ടിട്ടാണ് ഞാൻ പോയത്. പക്ഷേ പിന്നീട് അതൊന്നും ആ ഒരു മ്യൂസിക് കിട്ടപ്പോൾ എൻ്റെ അമ്മ രോമാഞ്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ രോമാഞ്ചം, ഇങ്ങനെ ഫുള്ളിങ്ങനെ കറങ്ങി അടിക്കും തിയേറ്ററിൽ ആ സോങ്. അത് രക്ഷയില്ല. പിന്നെ രണ്ടെന്ന് പറയുന്നത് രണ്ടാമത്തെ സോങ് മറ്റേതുണ്ടല്ലോ, ഏതാ, പൂവേ പൂവേ പാലപ്പൂവേ. ഈ പാട്ട് എനിക്ക് ഇഷ്ടമല്ല. പണ്ട് തൊട്ടേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെയാണ് ഇത് ഇറങ്ങിയത്. ആ സമയത്ത് എനിക്കിത് കേൾക്കുന്നത് ഇഷ്ടമല്ല, കാരണം ഈ കൂടെയുള്ള പിള്ളേരൊക്കെ പാടി എന്തോ ഉറപ്പിച്ച്. പിന്നെ TV യിൽ കാണുമ്പോഴേ എനിക്ക് ഈ പാട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അതിൻ്റെ വിഷ്വൽസ് ഫുള്ള് കണ്ടിട്ടുമില്ല, പാട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിപ്പം വിഷ്വൽസ് കണ്ട് പിന്നെ പാട്ടും കൂടി ഈ ക്വാളിറ്റിയിൽ കേട്ടുകൊണ്ടല്ലോ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നൊരു പാട്ടാണ്, പക്ഷേ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അതിൽ മറ്റേ ഒരു ട്യൂണുണ്ടല്ല, ഞാൻ പഠിക്കഴിഞ്ഞ് വെറും ബോറായിരിക്കും, ഓഹോ അങ്ങനെ ട്യൂണുണ്ട്. അയ്യോ, പെർഫെക്റ്റ് സാധനം അതൊക്കെ. അത് സമ്മതിച്ചു കൊടുത്ത് പറ്റൂട്ടോ, അതൊക്കെ ചെയ്ത് ആരാണെങ്കിലും. പിന്നെ ഈ ഓരോ മ്യൂസിക് തുടങ്ങുമ്പോഴും ഇവരിത് റിമാസ്റ്റർ ചെയ്തതിൻ്റെയാണോ അതിന് ഇവർ രണ്ടാമത് കമ്പോസ് ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൽ ഈ ഡ്രമ്മൊക്കെ ഇങ്ങനെ അടിക്കുന്ന ഓരോ ഇതുണ്ട്. ഇപ്പം പൂവേ പൂവേ പാലപ്പൂവേ അതിൻ്റെ തന്നെ തുടങ്ങുന്ന നേരത്തെ സമയത്ത് ഇതേപോലെ ഡ്രമ്മിൽ കൊട്ടുന്ന 2 സോങ്ങുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഒറിജിനൽ സാധനത്തിൽ അടിക്കുന്ന മാതിരിയാണ് തിയേറ്ററിൽ ഇങ്ങനെ മുഴങ്ങുന്നത് എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല കേട്ടോ പാട്ട്. പിന്നെ പാട്ടിൻ്റെ കാര്യം അവിടെ കേൾക്കട്ടെ. മെയിൻ സംഭവം ഈ കുറച്ച് വർഷത്തിനിടയ്ക്ക് നമ്മളെ ലാലേട്ടനെ, മോഹൻലാലിനെ പഴയ രൂപത്തിലൊന്ന് കാണാൻ പറ്റി ബിഗ് സ്ക്രീനിൽ. എങ്ങനെ ഇരുന്ന മനുഷ്യനാണ്. സത്യമായിട്ട് ഭയങ്കരമായിട്ടൊരു വിഷമം വരുന്ന ഒരു മലയാളി എന്നുള്ള രീതിയിൽ ആള്. അതിൽ കാണിച്ചു തരാം, ശരിയായിരിക്കും. അതിൽ ആ നടി അവരിങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് മോഹൻലാൽ മറ്റേ ആ 7 ബെൽസിലിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് അവരിങ്ങനെ നോക്കുന്നൊരു സീനുണ്ട്. അപ്പം മോഹൻലാലിൻ്റെ മുഖം മാത്രം ഇങ്ങനെ ക്ലോസപ്പിൽ കാണിക്കും, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ അമ്മ സമ്മതിച്ചെടുത്ത് പറ്റുള്ളൂ. അത് വെറുതെ ഇങ്ങനെ ജസ്റ്റ് നോക്കത്തില്ല, പക്ഷെ നമുക്ക് ആ മുഖത്തിൽ നിന്ന് മനസ്സിലാവും എന്താണ് അയാളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്നൊക്കെ. പിന്നെ ഈ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ
ഏതൊരു പാട്ടുണ്ട് അതെനിക്ക് മറന്നുപോയി. ആ നടിയാണെങ്കിൽ മോഹൻലാലിനോട് ഇങ്ങനെ പറയും, മഹേശ്വറിൻ്റെ കയ്യും പിടിച്ച് ഞാൻ ഇതുവഴി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നൊക്കെ. അല്ല സോറി തെറ്റിപ്പോയി, അതല്ല. മറ്റേ ഏതൊരു തേവ അച്ഛൻ മരിച്ചതിന് ശേഷം അയാളുടെ ശവക്കല്ലറയുടെ അവിടെ ആൾക്കാരെല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പം മഴ പെയ്യും, എല്ലാവരും കുട പിടിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഈ പെണ്ണുമ്പിളാണെങ്കിൽ ഈ നടിയാണെങ്കിൽ മോഹൻലാലിനെ ഇങ്ങനെ നോക്കിയിട്ട് തുറച്ച് നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്. ഒരു വീഡിയോ എടുക്കുക. ഇല്ലല്ലോ. അപ്പം നടന്നു പോകുന്ന സമയത്ത് അവരുടെ ആ ലേഡിയുടെ ഫേസ് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടാണെങ്കിൽ കണ്ണിൽ ഐലാഷസ് വരെ ഇങ്ങനെ നല്ല രീതിയിൽ ക്ലോസപ്പിൽ എടുത്ത് വെക്കും. അതിപ്പോൾ റിമാസ്റ്റർ ചെയ്ത് 4K ക്വാളിറ്റിയിലാക്കിയപ്പോൾ അവരുടെ ഐലാഷസ് ആയതും കാണുന്ന രീതിയിൽ അമ്മാതിരി ക്വാളിറ്റി ആയിട്ട് ഇവർ ചെയ്തേക്കുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അത്രയും ക്വാളിറ്റി കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സോങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റേ പടം ഉണ്ടല്ലോ, സോറി മറ്റേ സോങ് ഏതായിരുന്നു, മറ്റേ കരളയതിൻ കൈ പിടിച്ചല്ലോ. അത് ഒരു രക്ഷയില്ല കേട്ടോ സോങ്. അത് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അത് ഇത് തീർന്നു പോകല്ലേ എന്ന് വിചാരിച്ച ഒരൊറ്റ പാട്ടുകൾ അത് ഈ പാട്ടാണ്. എന്തോ എനിക്കത് ആ പാട്ട് പെട്ടെന്ന് തീർന്നു വേണം തോന്നി. അത് അത്രയ്ക്ക് നല്ല ഡ്രസ്സ്. ഞാൻ അതിൻ്റെ വിഷ്വൽസ് പാട്ട് കേട്ടിട്ടുണ്ട്, അതിൻ്റെ വിഷ്വൽസൊന്നും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഇത് കണ്ടപ്പം അത് എന്താ തീരതയെന്ന് മനസ്സിൽ തോന്നി. അത്രയ്ക്ക് അടിപൊളി എടുത്ത് വെച്ചിരിക്കുന്നു. നമ്മളാ ആ നടനുണ്ടല്ലോ, ആളുടെ പേര് എനിക്ക് സോറി, മറ്റേ നിഖിൽ മഹേശ്വറായിട്ട് അഭിനയിച്ച ആ പുള്ളിക്കാരൻ. അയ്യോ എന്താ അടിപൊളികളല്ലേ കാണാൻ, അടിപൊളി സൂപ്പർ. അയാളില്ല കണ്ണ് കാണാത്ത ആളായിട്ട് ഇങ്ങനെ പാടുന്ന വരുന്നുണ്ട് ആ സോങ് പാടുന്നതായിട്ട്. അത് സമ്മതിച്ചു കൊടുക്കണം, അമ്മാതിരി അഭിനയം കേട്ടോ, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആ സോങ്ങിൽ ആ സോങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലൂട്ട് വെർഷൻ വായിക്കുന്ന കണക്കൊരു സീൻ വരും. അത് എങ്ങനെയാണ് കമ്പോസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേട്ടപ്പം വിജയുടെ ഏതൊരു തമിഴ് സിനിമയിൽ എവിടെയോ കേട്ട കണക്കൊരു ഫീൽ തോന്നി. അതിനി ഇവർ അങ്ങോട്ട് കോപ്പി അടിച്ചതാണോ, ഇനി വിജയുടെ പടത്തിൽ നിന്ന് ഇവരിങ്ങോട്ട് എടുത്തതാണോ എന്നറിയത്തില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെന്താണ്, പിന്നെ ആ സോങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സോങ് ഇത്രയേ ഉള്ളതെന്ന് തോന്നുന്നല്ലേ. ഇത് തന്നെ ആ സോങ്ങിൻ്റെ കാര്യമൊക്കെ ഇത് തന്നെ. പിന്നെ എനിക്ക് പറയാൻ തോന്നിയത് കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു, കുറച്ച് മറന്നുപോയി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മറ്റേ മ്യൂസിക് ഉണ്ടല്ലോ, ടൺ ടൺ ടൺ, ഈ പണ്ടര എപ്പോൾ കേട്ട് കഴിഞ്ഞാൽ എന്തോ പോലെ ആവുന്നു. നമ്മൾ തിയേറ്ററും കൂടി ഇരുന്ന് കേട്ടോണ്ടേ ചെറിയൊരു പേടിയാവുന്നു അമ്മാരി തന്നു. പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ അയ്യോ മറ്റേ പുള്ളിയുടെ പേരെന്താണെന്ന് ഓർമ്മയില്ല. ആളുടെ പേര് മറന്നുപോയി. മറ്റേ അതിലെ മറ്റേ കുതിരവണ്ടിക്കാരനായിട്ട് അഭിനയിക്കുന്ന ആൾ, പുള്ളിക്കാരൻ മറ്റേ ഒരു ചതുപ്പിൽ വീണിട്ട് ഇങ്ങനെ താന്നു പോകുന്നൊരു സീനൊക്കെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സീനൊന്നും ഇപ്പോൾ സിനിമയിലൊന്നും കാണാൻ കിട്ടുന്നില്ല. പണ്ടത്തെ സിനിമകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ സിനിമയിലൊന്നും അങ്ങനെ സീനേ ഇല്ല. അതൊക്കെ ആ നടനൊക്കെ ചെയ്ത എഫർട്ടൊക്കെ എങ്ങനെയാണെന്തോ, അത് ശരിക്കും ചതുപ്പാണോ എന്തുവാണെന്ന് അറിയത്തില്ല. പക്ഷേ ശരിക്കും ആൾക്കാർ അഭിനയിച്ച് അതിൽ താന്നു പോകുന്നൊരു സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് അവർ ഒരുങ്ങി സമ്മതിച്ചെടുത്ത് പറ്റത്തുള്ളൂ. പിന്നെന്താണ്, അപ്പോൾ അതൊക്കെ തന്നെ മൊത്തത്തിൽ നമുക്ക് ആ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം തിയേറ്റർ കാണണമെന്ന് എനിക്ക് ഭയങ്കര ഒരു വാശിയായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക.